ഓക്കെ എക്സാം എഴുതാൻ പറ്റില്ല, നേരെ വീട്ടിലേക്ക് വിട്ടോ എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആർക്ക് കാണിക്കാൻ വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ് ഈ ആധാർ കാർഡത്തെ ഫോട്ടോ എന്നുള്ളത്. എനിക്ക് അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ആധാർ കാർഡത്തെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. പക്ഷെ കാരണം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്രയും എക്സാജറേറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമുണ്ടോ. ഇതുവരെ അതുകൊണ്ടൊരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് ആ ടെസ്റ്റ് വരുന്നത്. ഞാൻ ഒരു വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു പോയ എക്സാമിന് ID പ്രൂഫായി ചോദിച്ചത് ഒന്നെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ആധാർ കാർഡ്. ആ ടൈമിൽ എൻ്റെ പാസ്പോർട്ട് റിന്യൂവലിന് കൊടുത്തുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ആധാർ കാർഡ് മാത്രമേ ഉള്ളായിരുന്നു. ആലോചിക്കണം, ഇവിടുന്ന് ഒന്നും അല്ല എക്സാം, എനിക്ക് ഡൽഹിയിൽ നിന്നായിരുന്നു എക്സാം. അങ്ങനെ ഞാൻ 2 ദിവസം കഷ്ടപ്പെട്ട് ട്രെയിനിൽ പോയിട്ട് എക്സാം സെന്ററിൽ കയറാൻ നേരം ഇവിടെ ആധാർ കാർഡ് ചോദിച്ചു. ഞാൻ നോർമലി ആധാർ കാർഡ് എടുത്ത് കാണിച്ചു കൊടുത്തു. ഈ കയറിയില്ല എന്നുള്ളതിലാണ് നിൽക്കുന്നത്. ഞാൻ ഇതാ ഭയങ്കര മുട്ടി നോക്കിയായിരുന്നു. അപ്പോഴാണടാ ഒരു കാര്യം ഉണ്ടായത്. അയാൾ പറയാ ഈ ആധാർ കാർഡും ഞാൻ നേരിട്ട് കാണുന്നതുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ എന്ന്. ഇത്രയും കാലം പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത എക്സാമിന് ഞാൻ കയറാൻ നേരം അയാൾ പറയാ എക്സാം എഴുതാൻ പറ്റില്ല, ID പ്രൂഫ് റെഡിയല്ലാന്ന്. ലാസ്റ്റ് ഞാൻ കയ്യും കാലും പിടിച്ചിട്ട് മലയാളത്തിലല്ല ഇംഗ്ലീഷും ഹിന്ദിയിലൊക്കെ പല എന്തൊക്കെ പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ഞാൻ കയറിയത്. ലാസ്റ്റ് അയാൾ പറഞ്ഞു ഓക്കെ ശരി അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ എക്സാം ഞാൻ നല്ല അടിപൊളിയായിട്ട് എഴുതി. അതൊക്കെ അതിന്റെ ഇതിൽ നടന്നു. പക്ഷെ ആധാർ കാർഡ് എന്ന് പറയുന്നത് ഒരു തിരിച്ചറിയൽ കാർഡാണ്. ഇത് കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താണ് കാര്യം. സോ അപ്പൊ അത്രയും പോയി.